സുഹൃത്തുക്കളെ, ഞാനുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിൻ്റെ ഒരു കുളത്തിലാണ്, നീന്തൽ കുളം. ഇതാണ് ഈ സംഭവം. ഇത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിൻ്റെ ഒരു കുളം അവർ അടിപൊളിയാക്കി വൃത്തിയിൽ ചെയ്തതാണ്. കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഏറ്റവും വലിയ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നീന്തലാണ്. ശരിയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ ഇപ്പോൾ ഈ വെള്ളം കൂടുന്ന സമയങ്ങളിലൊക്കെ ശരിക്കും സാധാരണയായിട്ട് എന്തുണ്ടാവാറുണ്ട്, ആളുകൾ അല്ല കുട്ടികളൊക്കെ ഒരുപാട് പേര് മുങ്ങി മരിക്കുന്നൊക്കെ സാഹചര്യം കാണാറുണ്ട്. കാരണം എന്താ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എല്ലാ കുളത്തിലും എല്ലാ കായലിലും പുഴയിലൊക്കെ ചാടി കുളിച്ചിരുന്നു. കാരണം നമ്മളാ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും നീന്തൽ അറിയാം. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് നീന്തൽ അറിയില്ല. കാരണം എന്താ, അവർ ഒന്നാമത്തെ സാഹചര്യങ്ങളില്ല, കുളങ്ങളൊക്കെ തൂർന്ന് വീടും ഇതായിട്ട് വയലുകളൊക്കെ നികത്തി അങ്ങനെയുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കുളങ്ങൾ ഓരോ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും വരുന്ന തലമുറക്ക് നീന്തൽ പഠിക്കാനും അവർക്ക് നീന്തൽ അറിയാനുള്ള വലിയൊരു കാര്യമായിരിക്കും, സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഇത് വലിയൊരു മെസ്സേജാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഇപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം ഇത് എൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ചുമതല ഏൽക്കാൻ പോവാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട വലിയൊരു കാര്യമാണ് ഇതുപോലുള്ള കുളങ്ങൾ എല്ലാ പഞ്ചായത്തിലുള്ള കുളങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വൃത്തിയാക്കുക. ഓക്കെ, താങ്ക് യു.